ഏകദേശം 1000-ൽ പരം ഹമാസിന്റെ ആൾക്കാരാണ് ഈ രണ്ടാമത്തെ ഇസ്രായേലിന്റെ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടത്. ശരിക്കും അത് ഇസ്രായേലിന്റെ ട്രാപ്പിൽ ചെന്ന് വീഴുമായിരുന്നു. അവരുടെ ക്യാമറയിൽ അവർ പിന്മാറി. ഒരിടത്ത് സീസ് ഫയർ നടക്കുന്നു, കുറച്ച് ആൾക്കാരെ കിട്ടി, കുറച്ച് പാലസ്റ്റീൻകാരെ പോയി. ഈ ഗാസ, അതായത് ഹമാസിന് അനുകൂലമായിട്ടുള്ള പാലസ്റ്റീൻകാരെ വിട്ട് അതിൻ്റെ 250 പേരെ ബോംബ് ചെയ്ത് തീർത്തുകയാണ്. പിന്നീട് ഏകദേശം 56 പേരുണ്ട് ഹോസ്റ്റേജസ് എന്ന് അവർ പറയുന്നു. പക്ഷേ ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് 10, 20, 22 പേരേ ഉള്ളൂ ജീവനോടെ, ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഹമാസ് ഇങ്ങോട്ടൊരു ഓഫർ വെച്ചേക്കുവാണ് ഇസ്രായേലിന്. വെടിനിർത്തലിന് തയ്യാറാണ്. 5ഓളം ഹോസ്റ്റേജസിനെ, അതായത് ജീവനുള്ള അവരുടെ പേര് കൈമാറി. അതിനകത്ത് മീഡിയേറ്റർ വഹിച്ചിരിക്കുന്നത് ഖത്തറും ഈജിപ്തുമാണ്. ഇസ്രായേലിന് താല്പര്യമില്ലാത്തൊരു സംഭവമായിരുന്നു. അവർ പോയില്ല, അവർ തിരിച്ചിങ്ങ് പോകുന്നു. അമേരിക്കയും തിരിച്ചു പോകുന്നു. കാരണം അതിന് ശേഷമാണ് സെക്കൻഡ് സ്ട്രൈക്ക് ഇസ്രായേൽ സ്റ്റാർട്ട് ചെയ്ത്. ഗ്രൗണ്ട് സ്ട്രൈക്കും സ്റ്റാർട്ട് ചെയ്തു. സദേൺ ഗാസ ഭാഗത്തോട്ട് കയറാൻ തുടങ്ങി. നോർത്തേൺ ഗാസ മുഴുവനും വീണ്ടും അവിടെയുള്ള മുഴുവൻ ആൾക്കാരെ ഓടിച്ചു. അവിടെ അങ്ങോട്ട് കയറുമ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് ഹമാസിന്റെ പ്രപ്പോസൽ വരുന്നത്. 5ഓളം ആൾക്കാരെ വിടാം. അതിലൊരാൾ ഇസ്രായേലി അമേരിക്കൻ സിറ്റിസനാണ്. ഇങ്ങനെ പെട്ടെന്നൊരു പ്രപ്പോസല് ഹമാസ് കൊടുക്കാൻ കാരണം എന്താ? കാരണം അവർക്ക് മനസ്സിലായി ഈ സെക്കൻഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന മുഴുവൻ ആൾക്കാരെയും മുഴുവൻ അത് ക്യാപ്ചർ ചെയ്തിട്ട് മുഴുവൻ ആൾക്കാരെ അവിടുന്ന് വൈപ്പ് ഔട്ട് ചെയ്യും. ഒരാളെ പോലും ജീവനോട് ഈ ഹമാസിൻ്റെ ഒരു ആൾക്കാർ അവിടെ വെക്കാൻ ഇനി ഇസ്രായേൽ സമ്മതിക്കില്ല. ഇതൊക്കെയാണ് ഏറ്റവും റീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖത്തറിലുള്ള ഹമാസിൻ്റെ ആൾ പറഞ്ഞ് ഞങ്ങൾ സീസ് ഫയറിന് തയ്യാറാണ്, പെട്ടെന്ന് വെടിനിർത്തണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആഹാരമില്ല. കാരണം ഇസ്രായേൽ ഫിലഡൽഫിയ കോറിഡോർ മുഴുവനും ബ്ലോക്ക് ചെയ്തിരിക്കുക. ആഹാരമില്ല, മരുന്നില്ല, ഈ കുടിവെള്ളം പോലുമില്ല. അവരുടെ ചെറിയ പെരുന്നാളൊക്കെ ആയിരുന്നു. അപ്പം അതോടുകൂടി ആഹാരമില്ല, കുടിവെള്ളമില്ല, മറ്റ് സംഭവമില്ല. അവിടെയുള്ള ആൾക്കാർ ഹമാസിനെതിരെ പ്രകടനം നടത്തുന്നു. കാരണം ജനങ്ങളിൽ ഇത് സപ്പോർട്ട് കിട്ടുന്നില്ല. കാരണം ജനങ്ങളെ ഇവർ ഒളിപ്പിച്ചുകൊണ്ടിരുന്ന, ഇവിടെ വന്ന് ഈ വീടുകളിൽ അവിടെയൊക്കെ ഈ ഹമാസിൻ്റെ ഈ തീവ്രവാദികൾ ഒളിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരുടെ സപ്പോർട്ട് ഗ്രാജുവലി കുറയുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് ഹമാസ് പെട്ടെന്ന് പറയുന്നത് ഞങ്ങൾ പൂർണ്ണമായും വെടിനിർത്തൽ തയ്യാറാണ്, ഇസ്രായേൽ പൂർണ്ണമായിട്ട് പിന്മാറണ്ട. നേരത്തെ എന്തുവായിരുന്നു ഇവരുടെ ഡിമാൻഡ്? ഇസ്രായേൽ പൂർണ്ണമായിട്ട് ഗാസയിൽ നിന്ന് പിന്മാറണം. പക്ഷെ ഇപ്പോഴത്തെ ഡിമാൻഡ് പൂർണ്ണമായിട്ട് പിന്മാറണ്ട, ഞങ്ങൾ ഇപ്പോൾ വെടിനിർത്തലിന് തയ്യാറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇസ്രായേൽ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്. കാരണം ഇസ്രായേൽ കൗണ്ടറായിട്ട് അവർ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി പുറത്ത് പറയുന്നില്ല. ഇസ്രായേൽ പറയുന്നത് എത്ര പേരുണ്ട് അവരെ മുഴുവനും ഇപ്പം റിലീസ് ചെയ്യണം. അങ്ങനാണെങ്കിൽ മാത്രമേ താൽക്കാലികമായ വെടിനിർത്തൽ, അതായത് സീസ് ഫയറിന് തയ്യാറുള്ളൂ. ഇങ്ങനെയാണ് ഇസ്രായേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് അമേരിക്ക പാർട്ട്ണറല്ല, സ്റ്റീഫൻ വിറ്റ്കോഫിൻ്റെ പാർട്ട്ണറല്ല. അമേരിക്കയിനകത്ത് മീഡിയേറ്ററായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വന്നു. ആ സമയത്ത് അമേരിക്കയുടെ ഡിമാൻഡായിരുന്നു മുഴുവൻ ഹോസ്റ്റേജസിനെ ഒറ്റയടിക്ക് വിടണം. അങ്ങനെയാണെങ്കിൽ ഫർദർ സീസ് ഫയറും ടോക്സുമായിട്ട് പോകാം. അതിന് ഹമാസ് തയ്യാറായില്ല. ഇപ്പോൾ ഹമാസ് പുതിയ പ്രപ്പോസൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് പറയുന്നത് ആഹാരം, അതായത് എയ്ഡ് പോകുന്ന സാധനങ്ങൾ അവിടെ കിട്ടുന്നില്ല. കാരണം അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. യുണൈറ്റഡ് നേഷൻ്റെ അവിടെ വോളണ്ടിയേഴ്സായിട്ട് പോയവർ ഏകദേശം വലിയൊരു ശതമാനം അവിടുന്ന് പിന്മാറി. ഇനി 7 or 8 പേരോ ആ ക്യാമ്പിലുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ റെഫ്യൂജി ഈ അവിടെയുള്ള ക്യാമ്പുകളുണ്ട്, ആൾക്കാർ റീഹാബിലിറ്റേഷൻ ക്യാമ്പ്, അവിടെ പോലും ആഹാരം കൊടുക്കാതായി. ഈ ഹമാസിൻ്റെ നിന്ന് ആഹാരമുള്ളത്, കാരണം അവരുടെ ഒരു സാധനവും ഇല്ല. ഇതെല്ലാം അപ്പുറത്തു നിന്ന് വരണം. കാരണം ഇവർ ജോലി ചെയ്യാതെ മറ്റുള്ളവർ എയ്ഡിലങ്ങ് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ട്രിപ്പാണ് ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ആകെയുള്ള തീവ്രവാദം മാത്രം. അവിടെയാണ് ഈ സെക്കൻഡ് സ്ട്രൈക്ക് ശരിക്കും ഈ ഗാസയിൽ അവിടെ സെക്കൻഡ് സ്ട്രൈക്ക് ശരിക്കും ഇതിൻ്റെ വെടിയങ്ങ് തീർത്തു. പിന്നീട് വരുന്ന സംഭവം അമേരിക്ക ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഹൂത്തികളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു അറ്റാക്കോടുകൂടി ഇവർക്ക് കവറിങ് സപ്പോർട്ട് കിട്ടാവുന്ന ഹൂത്തികളുടെ പ്രതീക്ഷയൊന്നുമില്ല ഇപ്പോഴും.
അപ്പം അവനെ ഒതുക്കുന്ന രീതിയിലാണ് അമേരിക്ക മാസീവായിട്ടാണ് അത് പ്ലാൻ ചെയ്യുന്നത്. പിന്നീട് മറ്റൊരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എത്രയും കാരണം വെരി സൂൺ അമേരിക്ക വിൽ അറ്റാക്ക് ഇറാൻ. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിച്ചോണം, നേരത്തെ പല സന്ദർഭങ്ങളിൽ പല രാജ്യങ്ങളും പല ഇന്റർനാഷണൽ ബോഡികളും ഹ്യൂമനിറ്റേറിയൻ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഈ ഗാസയിലുള്ളവരെ ഹമാസിനെയും പാലസ്തീനെയും പിന്തുണച്ചിട്ടുണ്ട്. ഈ ട്രംപ് വന്ന ശേഷം ഒരു ഡെവലപ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ രാജ്യങ്ങളൊന്നും തന്നെ ഈ ഗാസയിലെ ഹമാസിനെ ഇവരെ ഒന്നും പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടില്ല. ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ബ്രിട്ടനാണ്, ഈ രാജ്യങ്ങളൊന്നും തന്നെ. അതിൻ്റെ പ്രധാന കാരണം ഈ രാജ്യങ്ങളെല്ലാം ട്രംപ് പിടിച്ച് ട്രാപ്പ് ചെയ്തിരിക്കും. അമേരിക്കൻ ടാരിഫ്, ഉക്രൈൻ റഷ്യ വാർ, ഇറാൻ. അപ്പം അതിനിടയ്ക്ക് ആ രാജ്യങ്ങളുടെ പ്രശ്നത്തിലോട്ട് പോകുമ്പോൾ മറ്റുള്ള രാജ്യത്ത് കയറി ഇടപെടും. അതായത് കംപ്ലീറ്റ് ട്രാപ്പാണ്. നിങ്ങൾ ജിയോ പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ട്രാപ്പിലായി. അവരുടെ ടാരിഫ്, ഉക്രൈൻ ഇഷ്യൂ, മറ്റേ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, 2 രാജ്യങ്ങളുടെ പിന്തുണ പൂർണ്ണമായിട്ട് അമേരിക്കയ്ക്ക് ഇസ്രായേലിനുണ്ട്, UAE സൗദി അറേബ്യ. മറ്റുള്ള ലെബനൻ, സിറിയ, അവിടെ ഇഷ്യൂ കിടക്കുവാണ്. അപ്പം അതിനിടയ്ക്ക് ആരാ ഇവിടെ മൈൻഡ് ചെയ്യുന്നത്? അതായത് ലോകത്താരും മൈൻഡ് ചെയ്യാത്തൊരു സംഭവമായി മാറി ഇപ്പം ഗാസ, ഹമാസിന്. അതുകൊണ്ട് മനസ്സിലായി പെട്ടെന്ന് ഒരു സീസ്ഫെയർ എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. പക്ഷേ ഇത് എത്രമാത്രം ഇത് മുമ്പോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈജിപ്റ്റ് പോലും ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ല ഇപ്പോഴും. ഖത്തർ മാത്രമാണ് പാർഷ്യലി പറയുന്നത് ഖത്തറിന് അമേരിക്ക പേടിയുമോ, കാരണം ട്രംപിനെ പേടിയെ. അവർക്ക് ഏറ്റവും കൂടുതൽ പേടി ട്രംപിനെ. കാരണം ട്രംപ് ചാർജ് എടുത്ത ശേഷം ഇന്ന് വരെ അവർ സ്റ്റീഫൻ വിറ്റ്കോഫ് ആണെങ്കിൽ ആരും തന്നെ ഈ ഖത്തർ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഒരു കോഡിയൽ ടോക്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നിട്ട് ഖത്തറിനുള്ള അവിടുത്തെ പ്രധാനമന്ത്രി അമേരിക്ക കാൾസൺ ടക്കർക്ക് ഇന്റർവ്യൂ കൊടുത്ത് പലത് കാര്യങ്ങൾ അവർ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും ഖത്തറെ ഒഴിവാക്കുന്നതാണ് കാണുന്നത്. കാരണം ഇതിനൊക്കെ ശേഷം അടുത്ത ഖത്തറിനെ കയറി പിടിക്കാൻ പോകുക എന്നുള്ള സൂചനയും കൊടുത്തു കഴിഞ്ഞു. കാരണം അമേരിക്കയുടെ തീരുമാനമാണ് ഗാസ വീണ്ടെടുക്കും. കാരണം അവരുടെ കയ്യിലാണ് പൂർണ്ണമായിട്ടും ഹമാസിനെ, പാലസ്തീനെ അവിടുന്ന് ഒഴിവാക്കുക. അപ്പം അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള സംഭവം ഗ്രൗണ്ടിൽ നടക്കുന്ന സമയത്ത് ഈ ഒരു ഹമാസിൻ്റെ പ്രപ്പോസൽ ഇസ്രായേൽ അമേരിക്ക സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇസ്രായേൽ കൗണ്ടറായിട്ടുള്ള ഡിമാൻഡ് ചെയ്യും. അതിനെ എത്ര പെർസെൻറ്റേജ് ഹമാസും സപ്പോർട്ട് ചെയ്യും, മറ്റുള്ള രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യും. അതായത് ഖത്തർ ആണെങ്കിലും ഈജിപ്റ്റ് ആണെങ്കിലും അതിനെ എത്രമാത്രം പിന്തുണയ്ക്കും എന്നതിനെപ്പറ്റിയൊക്കെ വരാനുള്ള ദിവസങ്ങളിലും സമയങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. പക്ഷെ എൻ്റെ ഒരു അസംഷൻ അനുസരിച്ച് ഇപ്പോഴത്തെ ആ മിഷൻ പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്നും ഹമാസിനെയും പാലസ്തീൻകാരെയും ഒഴിവാക്കുക, അതാണ് നമ്പർ 1 പ്രയോറിറ്റി. അതേപോലെ ശരിക്കും വാറിൻ്റെ പ്രഷർ കയറി വന്നാൽ മാത്രമേ ഈ ഹമാസ് മറ്റുള്ള ഹോസ്റ്റേജസിനെ വിടുകയുള്ളൂ. ഈ 2 എണ്ണമാണ് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് സെക്കൻഡ് സ്ട്രൈക്ക്, ഈ ഗ്രൗണ്ട് സ്ട്രൈക്കും എല്ലാം കൂടെ. കാരണം ഈ റാഫ ആ സിറ്റി അകത്തോട്ട് കയറുക, ഖാൻ യൂണിസിൻ്റെ അകത്തോട്ട് ഇപ്പം ഇസ്രായേലി ഫോഴ്സ് കയറുക. അവരുടെ ലാസ്റ്റ് ബ്രീഫിങ്ങിൽ അവരെവിടെയൊക്കെ റീക്യാപ്ചർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവിടെയുള്ള ഗാസയിലുള്ള പാലസ്തീൻകാരെ മുഴുവൻ, അവിടെ താമസിക്കുന്നതിനെ മുഴുവൻ ഒഴിവാക്കുക. അവർ ഈജിപ്റ്റ് ബോർഡറിലോട്ട് പോകുന്ന വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. ഒരു കാര്യം ഇത് വ്യക്തമാണ്, കേരളത്തിലെ ഹമാസിൻ്റെ ആരാധകർക്ക് ഇങ്ങനൊരു സംഭവം പ്രതീക്ഷിച്ചല്ല, തിരിച്ചിങ്ങനൊരു അടി കിട്ടുമെന്ന്. കാരണം ഈ അടിയിലാണ്, ഈ സെക്കൻഡ് സ്ട്രൈക്കിലാണ് ബേസിക്കലി ഹമാസിൻ്റെ തീവ്രവാദികൾക്ക് ലോകത്ത് കിട്ടാത്ത അടി കിട്ടിയത്. പെട്ടെന്നാണ് 2 ദിവസം കൊണ്ട് ഇത്രയും അവരുടെ ആൾക്കാർ പോയി വളരെ ആഹ്ലാദിച്ച് കഴിഞ്ഞവൻ്റെ മേളിൽ കയറി ബോംബ് കയറി വീണത്. അവർ പുറത്തു പറയാത്ത പല നേതാക്കളും ഇതിനകത്ത് തീർന്നു പോയി. ഇതോടുകൂടി ലോകത്താരും തന്നെ ഇപ്പം ഹമാസിനെ പിന്തുണയ്ക്കുന്ന രീതി കേരളത്തിലെ സുഡാപ്പികൾ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇപ്പം അവർ പിന്തുണയെ കൊടുക്കുന്നില്ല. ഇത് വല്ലാത്ത ക്രൈസിസിലാണ് ഇപ്പം ഹമാസ് പോകുന്നത്. ഒന്നില്ലെങ്കിൽ അവർ ഇതോടുകൂടി ഇല്ലാതാകും. അതാണ് ഞാൻ മുന്നിൽ കാണുന്ന സംഭവം. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. ഗാസയിൽ ഈ ഹമാസ് എന്ന് പറഞ്ഞ സാധനമേ ഉണ്ടാകില്ല. ആ രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് അമേരിക്കയും ഇസ്രായേലും വർക്കൗട്ട് ചെയ്യുന്നത്. അതിൻ്റെ ലക്ഷണമാണ് ഹൂത്തികളുടെ മുകളിലുള്ള സ്ട്രൈക്കും ഇറാന് കൊടുത്തിരിക്കുന്ന താക്കീതും മറ്റുള്ള
ഷിയ മിലിറ്റന്റ് അവർക്ക് കൊടുത്തിരിക്കുന്ന കൃത്യമായ വാർണിംഗ്. നോക്കാം വരാനുള്ള ദിവസങ്ങൾ എന്താണ് സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് അത് സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം, അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.